നമസ്കാരം. പൂരാടം നക്ഷത്രക്കാരുടെ വിഷുഫലം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾ പരിശ്രമിക്കുവാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായും ഉണ്ടാകുക തന്നെ ചെയ്യും. പരിശ്രമശാലികൾക്ക് വിജയശ്രീലാളിതരാകുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, ജോലിയിൽ മുൻഗണന ഉണ്ടാകുന്നു, ജോലിയിൽ നേട്ടമുണ്ടാകുന്നു, ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുന്നു, കുടുംബജീവിതം സന്തോഷകരമായി പോകുന്നു. ഇങ്ങനെയുള്ള പല പല നേട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാത്രം മടി പിടിച്ച് മാറി നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഈ ഒരു അലസത മൂലമുണ്ടാകുന്ന ഒരു വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയിലോട്ടാണ് പോകുന്നത്. കാരണം അലസതയെല്ലാം മാറ്റിവെച്ച് വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു വർഷക്കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ മടി മൂലം മാത്രമാണ് ഇതെല്ലാം പരാജയത്തിലോട്ട് പോകുന്നത്. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഒരുപാട് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്തിൽ നിന്നും ഒരുപാട് ധനലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. അതായത് വിദേശയാത്രയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. ധാരാളം ധനലാഭം ഉണ്ടാകുവാൻ സാധിക്കും. അവിടെ നിൽക്കുന്നവർക്ക് ധനനേട്ടം ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ പരിഹാരങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ജീവിതം വളരെ സക്സസ്സായി മുന്നോട്ട് പോകും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അത് നടക്കുന്നില്ല, തടസ്സങ്ങൾ വരുന്നു, വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫലം ഇതൊരു പൊതുഫലമാണ്. ചാരവശമുള്ള ഫലം എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. നിങ്ങളുടെ ജാതകത്തിൽ ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദിശാപ്രകാരം മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.